ഫോർച്യൂണർ ഇന്നോവ ഒക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാൽ വീണ്ടും ടൊയോട്ടനെയാണ്. നമ്മൾ ക്രിസ്റ്റ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർച്യൂണർ ഒക്കെ എത്ര മുതലായിരുന്നു നമ്മൾ? 6,90,000 രൂപ മുതൽ ഫോർച്യൂണർ, 2.5 ലക്ഷം രൂപ മുതൽ ഇന്നോവ, 9,90,000 രൂപ മുതൽ ക്രിസ്റ്റ. അതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഈ ഓഫർ റേറ്റ് ഇട്ടേക്കുന്ന വണ്ടികളൊന്നും ബാർഗൈൻ ചെയ്യരുത്, കാരണം അത്രയും മുട്ടിച്ചിട്ടുള്ള റേറ്റ്. അപ്പൊ നമ്മള് ലൊക്കേഷൻ പറഞ്ഞോളികളെ, ലൊക്കേഷൻ പറയാൻ. അതെ, മലപ്പുറം വണ്ടൂരാണ് നമ്മൾ ലൊക്കേഷൻ വന്നുള്ളത്. RB മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ അറിയാം, എന്നാലും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഓഫറിൽ തരാൻ പറ്റും. കാരണം അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. 1-2 വാഹനങ്ങളല്ല, 10-20 വാഹനങ്ങളാണ് ഒരു പോക്കിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ 2 ചെറുവാഹനങ്ങൾ ഇല്ലാന്ന് കരുതേണ്ട, ചെറുവാഹനങ്ങൾ ഉണ്ട് കേട്ടോ. ചെറുവാഹനങ്ങളുണ്ട്, അതും ഒരുപാട് വാഹനങ്ങൾ. ചെറുവാഹനങ്ങൾ ഓട്ടോമാറ്റിക്, ഐട്ടണ്, കിഡ്, അതുപോലെ സ്വിഫ്റ്റ്, ബ്രസ, എല്ലാ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഉണ്ട്. ഇനി 29,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇനി ബഡ്ജറ്റ് കുറഞ്ഞ വാഹനങ്ങൾ അതുണ്ട്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. 1 ലക്ഷം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് ഉണ്ട്. പ്രീമിയം വെഹിക്കിൾ ഉണ്ട് കേട്ടോ. പ്രീമിയം വെഹിക്കിൾ ഒന്നുള്ളൂ. അത് ഇനി നമ്മുടെ കയ്യില് ക്രിസ്റ്റ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ അന്വേഷിക്കും. 2007 മോഡൽ ഇന്നോവ 2.5 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് പോലും ഒറിജിനലാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം 17 മോഡലാണ് ക്രിസ്റ്റ, അതും G4 വേരിയന്റ് ആണ്. ഒരുപാട് ഫിറ്റിങ്സ്, ലെതർ സീറ്റ് കവർ, ഫ്രണ്ട് ഗ്ലാസ് പോലും ഒറിജിനൽ ആണ്. Type 3 കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു കംപ്ലൈന്റ് അല്ല, ഇതിന് ചെറിയ ചെറിയ സ്ക്രാച്ചുകളും പെയിന്റിങ്ങും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. സ്റ്റാരിങ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്, ലെതർ സീറ്റ് കവർ ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് റേറ്റ് തരുന്നത് 2017 മോഡല്. ഈ ഒരു വാഹനം റേറ്റ് 9,90,000 രൂപ. 10 ലക്ഷത്തിന്റെ താഴെ തരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വൃത്തിയാക്കി തരണം എന്നുണ്ടെങ്കിൽ 10,30,000 രൂപക്ക് നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കി പെയിന്റിങ്ങും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രയൊന്നും നിങ്ങൾക്ക് വരില്ല. നിങ്ങളെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചെറിയ എമൗണ്ട് ഉള്ളൂ വരിക. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ രീതിയിൽ തന്നെ ചെയ്യുള്ളൂ, വൃത്തിയാക്കി തരും. അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ പറ്റും. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, MH രജിസ്ട്രേഷൻ ആണ്. ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. Type 3 രജിസ്ട്രേഷൻ വരും. Type 3 ആണ് വാഹനം വന്നിട്ടുള്ളത്. അടുത്ത വീണ്ടും Type 2 ഈ വാഹനം അല്ലേ? ഈ 2 വാഹനവും ഇപ്പൊ വന്നതാണ്. അത് പോളിഷിനും പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വാഹനം. അതേപോലെ നിങ്ങൾക്ക് വർക്ക് എടുത്ത് തരാൻ പറ്റും. ഈ സ്കേർട്ട് വേണമെങ്കിൽ സ്കേർട്ട് ചെയ്യാൻ പറ്റും. അത് 98 അതെത്ര 98 83 ഒക്കെ ഫാൻസി നമ്പറാണ്. ഇത് NOC എടുത്ത് നമ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ, കാരണം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിപ്പോ ചെയ്യാനുള്ള വർക്ക് പറഞ്ഞാൽ ഒന്ന് ഫിനിഷിംഗ് വർക്കുകൾ മാത്രമേ ഉള്ളൂ. നമ്പർ ആക്കാൻ വണ്ടി കാണിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടാക്സ് അടച്ച് നമ്പർ ആക്കാൻ. ഈ 17 രജിസ്റ്റർ വണ്ടികൾക്കൊക്കെ മിനിമം ഒരു 1.5 ലക്ഷം രൂപന്റെ അടുത്താണ് ടാക്സ് വരിക. അപ്പൊ മനസ്സിലാക്കുക, എല്ലാ വാഹനങ്ങളും നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ അത് 1.5 ലക്ഷം രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് ടാക്സ് അടക്കേണ്ടി വരും. ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 12.5 ലക്ഷം രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. ബ്ലാക്ക് വീല്, അതുപോലെ സൈഡ് സ്റ്റെപ്പ്, ഇതൊരു നമുക്ക് എല്ലാ ഭാഗം നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 2016 മോഡൽ, 17 ഡെലിവറി, 17 രജിസ്റ്റർ, സിംഗിൾ ഓണർഷിപ്പ്, അതും ഒരുപാട് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ്. G4 ആണ്. UP നമ്പർ ആയിട്ടുണ്ട്. കേരള 71 നമ്പർ ആയിട്ട് നമ്പർ കിട്ടിയാൽ മതി. ടാക്സ് അടച്ചിട്ടുണ്ട്, നമ്പർ കിട്ടിയാൽ മതി. അപ്പൊ 2017 രജിസ്റ്റർ വരുന്ന ഈ ഒരു വാഹനം 12.5 ലക്ഷം രൂപക്ക് നമുക്ക് നെറ്റ് കൊടുക്കാൻ പറ്റും. 12.5 ലക്ഷം രൂപ. ലോൺ വേണ്ടവർക്ക് ഇന്നെടുത്ത നാളെ ലോണും ചെയ്യാം, കാരണം നമ്പർ ആക്കേണ്ട ആവശ്യം ഒന്നുമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഉള്ളത് Z ഓട്ടോമാറ്റിക് 2 ഫസ്റ്റ് ജനറേഷൻ, ഇത് സെക്കൻഡ് ജനറേഷന്, എല്ലാം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി Type 3 വരുന്ന വണ്ടികളുണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ്, 17 രജിസ്റ്റർ, 17 2ാം മാസം വരുന്ന 16 മോഡൽ വണ്ടി, അതും ഹരിയാന 05 സിംഗിൾ ഓണർ. ഇതൊക്കെ പ്രൈവറ്റ് വണ്ടികളാണ്. നമ്മൾ റേറ്റ് വരുന്നത് 13,90,000 രൂപ. Z ഓട്ടോമാറ്റിക് 2.8 Z ഓട്ടോമാറ്റിക് 13,90,000 രൂപക്ക് നമുക്ക് നെറ്റ് കൊടുക്കാം. ഇത് വന്ന കണ്ടീഷനിലാണ്, ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഈ പറയുന്നത്. അതല്ല ഇനി ഡയറക്റ്റ് വരികയാണെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ നമുക്ക് ഉള്ളത്, അതൊക്കെ നമുക്ക്
ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രാച്ചുകളുള്ളൂ. മേജർ ആയിട്ടുള്ള കംപ്ലൈന്റുകളോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2017 രജിസ്റ്റർ വരുന്ന സിംഗിൾ ഓണർ നിങ്ങളെ പേരിലോട്ട് NOC എടുത്തരാൻ പറ്റുന്ന Z ഓട്ടോമാറ്റിക് 2.8 13,90,000 രൂപക്ക് RB മോട്ടോഴ്സിന് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഓണർഷിപ്പ് ആകുള്ളൂ. പഞ്ചാബ് രജിസ്ട്രേഷൻ ഉണ്ട്. ഇതാകെ പഞ്ചാബ് രജിസ്ട്രേഷന്റെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പഞ്ചാബ് രജിസ്ട്രേഷൻ മാത്രം നമുക്ക് NOCക്ക് ഡിലേ ഉണ്ട്. 2 മാസം മിനിമം 2 മാസം ഡിലേ ഉണ്ട്. Z ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2.8 Z ഓട്ടോമാറ്റിക്. അപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അവരെ പേർക്കാൻ NOC എടുക്കാൻ പറ്റും. ഇന്റീരിയർ ഭാഗമാണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വരുന്ന വാഹനമാണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് 2 ലക്ഷം കിലോമീറ്റർ ആണ്. ഈ 2 ലാക്ക് അബോ ഓടിയിട്ടുണ്ട്. ഇത് 1,50,000 1,55 ആ റേഞ്ചിലാണ് ഈ വാഹനം ഓടിയുള്ളത്. ഇതൊക്കെ അവിടെ ഫാൻസി നമ്പർ ആട്ടോ. 2018 മോഡൽ 19 രജിസ്റ്റർ സിംഗിൾ ഓണർ. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്മേൽ ലോണ് കിട്ടാൻ പ്രയാസമാണ്. കാരണം NOC ഇഷ്യൂ ആകാൻ സമയം വൈകുന്നത് കാരണം ലോണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. ലോൺ ഇടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ട് റെഡി പേയ്മെന്റ് പറ്റുള്ളൂ. 15.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. 15.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. അപ്പൊ ഇനി ഫോർച്യൂണറുകളൊക്കെ നിരകൾ കിടക്കുന്നുണ്ട്. ഓൾറെഡി പരിചയപ്പെട്ടാണ്. കാണാത്തവർക്ക് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലിങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് അധികം വാഹനങ്ങൾ. ഇനി ക്രിസ്റ്റകൾ തന്നെ ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നവർക്ക് ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക് ഒരു 3-4 വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. അത് 2.4 ഉണ്ട്, 2.8 ഉണ്ട്, V ഉണ്ട്, Z ഉണ്ട്. Z മാനുവൽ മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തുള്ളൂ. അതിന് പകരം V തന്നെ 3 നമ്മളെടുത്തുണ്ട്. ഇതെങ്ങനെയായിരുന്നു? ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. 2020 മോഡല് 2.4 ആർട്ട് ബ്ലൂ വരുന്ന വാഹനം. ഈ ബാക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 79,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. G4 മാനുവൽ ആണ് ഈ ഒരു വാഹനം. റേറ്റ് വന്നിട്ടുള്ളത് 18.5 ലക്ഷം രൂപക്കാണ് വണ്ടി കൊടുക്കുന്നത്. ടൈപ്പ് 3 കൺവേർഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫർ റേറ്റിന് ഇതിനൊക്കെ നമുക്ക് മാക്സിമം ഒരു 90% ലോണും ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇത് നമ്പർ ആക്കിയിട്ടുള്ള വണ്ടി കേട്ടോ. ഇത് ഒന്ന് പോളിഷ് ചെയ്യാണ്ട് നമ്പർ ആക്കിയിട്ടുള്ള വണ്ടിയാണ്. 17 മോഡല് ക്രിസ്റ്റ G+ നമ്പർ ആക്കി ഇനി ഒന്ന് പോളിഷ് ചെയ്യാണ്ട് വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ല എന്നുള്ളൂ. UP 65 ഇതും നമ്പർ ഫാൻസി നമ്പറാണ്. UP 65 76 77 എല്ലാം ഫാൻസി നമ്പർ ആട്ടോ. ഇത് നമ്പർ ആക്കിയിട്ടുള്ള വാഹനം 17 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. ഇനിയിപ്പോൾ നമ്മൾ നിലമ്പൂരിലോട്ട് നമ്പറായ സെക്കൻഡ് ഓണർഷിപ്പ് ആകുള്ളൂ. റേറ്റ് വന്നുള്ളത് 12.5 ലക്ഷം രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് ഈ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തിന് ലോണ് വേണ്ടവർക്ക് നമുക്ക് 99 അല്ല 110% ലോൺ ചെയ്തു. G4 മാനുവൽ 2 ലാക്ക് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണ്. വേറെ റീപ്ലേസ് അപാകതകളൊന്നും വാഹനത്തിലില്ല. ഇത് G+ ഓട്ടോമാറ്റിക്, അതായത് G4 ഓട്ടോമാറ്റിക് 2016 ഇൻബിൽഡ് ആയിട്ട് വരും. അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും. അതുപോലെ തന്നെ ഡയമണ്ടിന്റെ സ്റ്റിയറിംഗ് വീല് ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്. സെറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ, കമ്പനി Z-ന്റെ ടൈപ്പ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡയമണ്ടിന്റെ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്. 5 ടയറും പുതിയ ടയർ ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റ് 12.5 ലക്ഷം രൂപക്ക് തരാൻ പറ്റും. 12.5 ലക്ഷം രൂപക്ക്. അതും ഓട്ടോമാറ്റിക് 2.8 വരുന്ന ക്രിസ്റ്റയാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനൊക്കെ തരുന്നത്. G4+ ഓട്ടോമാറ്റിക് ഇത് നമുക്ക് റേറ്റ് വന്നുള്ളത് 12.5 ലക്ഷം രൂപക്ക്. അതും ഹൈ ക്വാളിറ്റി വെഹിക്കിൾ. ഈ വണ്ടിയൊക്കെ നിങ്ങൾ വണ്ടി വന്ന് കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞു പോകാൻ മാത്രം ഒരു കംപ്ലൈന്റ് ഈ ഒരു വണ്ടിക്കൊന്നും ഉണ്ടാവില്ല. അത്രയും അതെ. അത് റേറ്റ് 12.5 ലക്ഷം രൂപക്ക് 4 പുതിയ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. G4+, അതും 2.8 ഓട്ടോമാറ്റിക്. ഇത് ഗോൾഡൻ ഫിനിഷിങ്ങിലുള്ള വണ്ടി കേട്ടോ. ഗോൾഡൻ ബ്രൗൺ ആണ്. 2019 മോഡല്. ഇത് നിങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ V ഓപ്ഷനാണ്. അതും ലോ കിലോമീറ്റർ. 1,25,000 കിലോമീറ്റർ ആണ്. ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം വെറും 25,000 കിലോമീറ്ററിന്റെ ഓട്ടല്ല. അതും പുതിയ മണം മാറിയിട്ടില്ല. റീപെയിന്റ് പോലും കയറിയിട്ടില്ല ഈ വണ്ടിയിലൊന്നും കേട്ടോ. V ഓപ്ഷനാണ്. റീപെയിന്റ് പോലും കയറിയിട്ടില്ല. 2019 6 മാസം വരുന്ന
ഈ ഒരു ക്വാളിറ്റി വണ്ടി. 4 പുതിയ ടയർ കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. അതുപോലെ തന്നെ സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി ഒക്കെ വരുന്ന ഈ ഒരു വാഹനമാണ്. നിങ്ങൾക്ക് ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല എന്ന് മാത്രമല്ല, റീപെയിൻ്റ് തന്നെ ഈ വാഹനത്തിന് കയറിയിട്ടില്ല. എത്ര പൈസ? ബട്ടൺ സ്റ്റാർട്ട്, അല്ലെങ്കിൽ വീല് എയർ ബാഗിൻ്റെ എണ്ണത്തിൽ കൂടുതലുണ്ടാവും. കാരണം വി ഓപ്ഷൻ ആകുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരും. ഇൻറ്റീരിയർ ആണെങ്കിൽ ഔട്ട് സൈഡ് ഒക്കെ മാറ്റം വരും. 1465 കൊടുക്കണം. 1465 19 മോഡൽ വി ഓപ്ഷൻ വണ്ടി കേട്ടോ. നിങ്ങൾ എവിടെ അന്വേഷിച്ചോളി, റീപെയിൻറ്റ് കയറാത്ത വണ്ടിയൊക്കെ ഈ റേറ്റിന് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിലും വില കുറച്ച് കൊടുക്കും. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടി. ഇവിടെ ഈ വണ്ടിയൊക്കെ വന്ന് കണ്ടിട്ട് എടുക്കാതെ പോകാൻ ഒരു കുറ്റം നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പൈസ കുറച്ചു. അത്രയും ഗ്യാരണ്ടിയാണ് ഈ വണ്ടിക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അടുത്ത് വീണ്ടും നമുക്ക് സെയിം ഫിനിഷിംഗ് ആണ്. അതെ അതെ. കേരള വണ്ടിയാണോ? അല്ല, കേരള വണ്ടികൾ വെല്ലുന്ന വണ്ടികളാണ് ഇതൊക്കെ. G4 ഓട്ടോമാറ്റിക്, അതും 18 മോഡൽ G+ ഓട്ടോമാറ്റിക് വരുന്നത്. 2018 മോഡൽ. അതും ഇവിടെ NOC എടുത്തുണ്ടോ, NOC നമ്പർ. 1,48,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. G4+ ആണ്. നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 14 ലക്ഷം റുപ്യ IDV ഇൻഷുറൻസ് ഉണ്ട്. അതും ഓഫർ റേറ്റ്. കമ്പനി സർവീസ് മാത്രം കേട്ടോ. വണ്ടിയുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. റേറ്റ് വന്നിട്ടുള്ളത് ഓഫർ റേറ്റ് 13.5 ലക്ഷം രൂപ കൊടുക്കുക. 13.5 ലക്ഷം രൂപക്ക് 18 മോഡൽ ഓട്ടോമാറ്റിക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചോളി. റേറ്റിൻ്റെ Type 3 കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പക്ക പ്രൈവറ്റ് വെഹിക്കിളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലോൺ ചെയ്യണമെങ്കിൽ NOC ഇഷ്യൂ ആയിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ലോൺ അപ്രൂവൽ ആക്കാം. എന്നിട്ട് പേര് മാറിയാൽ മതി. ഇത് നിലവിൽ ഗ്രേപ്പ് റെഡ് എല്ലാവിധ കളറും ഉണ്ട്. ഈ 2017 മോഡൽ 18 റേസർ, അതും നമ്പർ ആയിട്ടുള്ള വാഹനം KL 719272 നല്ല നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. അതെ അതെ. 12,90,000 രൂപ കൊടുക്കുക. 12,90,000 രൂപക്ക് നമ്പർ ആയിട്ടുള്ള ഗ്രേപ്പ് റെഡ് കളർ, അതും Type 3 കൺവേർഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഓഫർ റേറ്റിന് ഈ വാഹനം കൊടുക്കാൻ പറ്റും. അടുത്ത് വീണ്ടും സിൽവർ അല്ലേ? ഇത് 1, 2, 3 വാഹനവും ഓട്ടോമാറ്റിക് ആണ്. 2 Z ഓട്ടോമാറ്റിക്കും 1 G4+ ഓട്ടോമാറ്റിക്കും. Z ഓട്ടോമാറ്റിക് 17 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. നിങ്ങളെ പേരിലോട്ട് NOC എടുത്തുതരാൻ പറ്റും. UP 14 മിരറ്റ് RT ഓഫീസാണ് വരിക. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നവർക്ക് ഒരുപാട് ഫിറ്റിങ്സ് ഉണ്ട് കേട്ടോ. അത് എക്സ്ട്രാ റൂഫ് റെയിൽ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി 4 പുത്തൻ ടയർ ഉണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. നമ്പർ ആക്കാതെ തന്നെ നമുക്ക് ലോൺ അപ്രൂവൽ ആക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമ്പർ ആക്കാനും പറ്റുന്ന ഈ വാഹനമാണ്. ഇത് നമുക്ക് 14.5 ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 14.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. Z ഓട്ടോമാറ്റിക്. ഇത് Z ഓട്ടോമാറ്റിക് തന്നെ. ഇതും സിംഗിൾ ഓണറാണ്. 2018 മോഡൽ 19 ഡെലിവറി 19 റേസർ. അതും ഫുൾ കമ്പനി സർവീസുള്ള വണ്ടികളാട്ടോ അതൊക്കെ. UP 80 വരുന്ന വാഹനം. ആഗ്ര RT ഓഫീസാണ് വരിക. അപ്പോൾ 68, 69 നല്ല നമ്പറുമാണ്. എല്ലാ വാഹനത്തിൻ്റെയും അധികം ഫാൻസി നമ്പറുകളാട്ടോ നമ്മുടെ കയ്യിലുള്ളതൊക്കെ. ഇതൊക്കെ റേറ്റാണ് ഹൈലൈറ്റ്. 15.25 ലക്ഷം രൂപക്ക് 19 Z ഓട്ടോമാറ്റിക്. അതും നിങ്ങൾക്ക് NOC നിങ്ങളെ പേരിലോട്ട് എടുത്താൽ തന്നെ ഫുൾ എമൗണ്ട് ലോൺ കയറും. പക്ഷേ നിങ്ങളെ പേരിലോട്ട് NOC എടുക്കണമെങ്കിൽ കനത്തിലൊരു എമൗണ്ട് അഡ്വാൻസ് വെക്കണം. എന്നാലേ നിങ്ങളെ പേരിലോട്ട് NOC എടുക്കുള്ളൂ. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഇനി അടുത്തതും 21 മോഡൽ Z അല്ല, പക്ഷേ Z ഓട്ടോമാറ്റിക്കിൻ്റെ ഫുൾ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അടക്കം മാറി 2.5 ലക്ഷം രൂപേൻ്റെ അടുത്ത്, അല്ല 1.25 ലക്ഷം രൂപ, 2 ലക്ഷം രൂപേൻ്റെ അടുത്ത് ഫിറ്റിങ്സ് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഡയമണ്ട് കട്ട് വീലി നമ്പർ അടക്കം. ഇതിൻ്റെ പ്രത്യേകത്തിൽ പമ്പർ പോലും റീപ്ലേസ് പമ്പർ പോലും ഇല്ല. ഫുൾ ഹിസ്റ്ററി ഷോറൂമിലുണ്ട്. സിംഗിൾ ഓണറാണ്. ഒരു ഗ്ലാസോ റീപ്ലേസ് ഇല്ലാത്ത ഈ ഒരു വാഹനം നമുക്ക് 16,60 കൊടുക്കാം. 21 8 മാസം എന്ന് പറഞ്ഞാൽ G4 ഓട്ടോമാറ്റിക് ആണെങ്കിലും Z ഓട്ടോമാറ്റിക്കിലൊക്കെ ഫുൾ കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. ലെതർ സീറ്റ് കവർ, ഇൻറ്റീരിയറൊക്കെ അടിമുടി മാറ്റം വരുത്തിയിട്ടുണ്ട്. സൈഡ് സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മിച്ചിലിൻ്റെ 4 പുത്തൻ ടയർ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് മിച്ചിലിൻ്റെ 4 പുതിയ ടയർ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. ഓഫർ റേറ്റിന് നമുക്ക് തരാൻ പറ്റുമോ? ഇതിലും വലിയ ഓഫറിലൊക്കെ ഇനി ക്രിസ്റ്റകൾ കിട്ടുമോ നിങ്ങൾ അന്വേഷിച്ചോളൂ. 21 ഓട്ടോമാറ്റിക്കിലും ഏറ്റവും അവസാനത്തെ വാഹനങ്ങളാണ് ഇതൊക്കെ. G4 ഓട്ടോമാറ്റിക് 21 മോഡൽ വരുന്ന ഈ വാഹനം നിങ്ങൾക്ക് തരുന്ന റേറ്റ് 16,60 നമുക്ക് വണ്ടി തരാൻ പറ്റും. RB മോട്ടോഴ്സിലോട്ട് പോരി. 1, 2, 3 ക്രിസ്റ്റകളല്ല, ഇനിയും ഇത്ര തന്നെ ക്രിസ്റ്റകൾ അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധൈര്യമായിട്ട് പോരി. ഒരു വണ്ടി ഇല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ നമുക്കൊരു വീഡിയോ ഇട്ടു.
2 ആഴ്ച കൊണ്ട് വണ്ടികളൊക്കെ സ്റ്റോക്ക് ഔട്ടായി. ഞാൻ അവിടെ ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ വണ്ടികൾ എത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടുന്ന് കയറ്റി വിടുന്ന ഒരു സമയം വൈകിയത് കാരണമാണ് പറ്റിയത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല, കാരണം അത്ര ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് അങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വണ്ടികൾ സ്റ്റോക്ക് ഔട്ട് ആകുകയാണെങ്കിൽ അത്ര തന്നെ വണ്ടികൾ സ്റ്റോക്ക് കയറാനുള്ള വണ്ടികൾ ഇവിടെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ ഉണ്ട്. ഡയറക്റ്റ് പോന്നോളി. 1, 2, 3 വണ്ടികളെന്നല്ല, നിങ്ങൾക്ക് ഇനി 1, 2, 3 വണ്ടികൾ എടുത്ത് വിൽക്കാൻ മാത്രമുള്ള ഗ്യാപ്പിൽ നിങ്ങൾക്ക് വണ്ടികൾ തരാൻ പറ്റും. അപ്പോൾ ഓഫർ റേറ്റിന് ഇന്നോവയും ക്രിസ്റ്റയും ഒക്കെ നമുക്ക് തരാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു തൽക്കാലം ഈ ഒരു പാർട്ടി കൂടി നിർത്തുകയാണ്. അടുത്തൊരു പാർട്ടി നമുക്ക് ചെറുവാഹനങ്ങൾ കാണിച്ചു കൊടുക്കാം. ചെറിയ വാഹനങ്ങൾ കുറച്ച് നമുക്കുണ്ട്. അതും നമുക്ക് ഈ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് സാധാരണക്കാർക്കുള്ള വണ്ടി ഇല്ല എന്നുള്ളൊരു പരാതി വേണ്ട. പിന്നെ ഈ വണ്ടികളൊക്കെ നമ്മളിപ്പോൾ ഒരു സെൽറ്റോസും ക്രെറ്റയൊക്കെ വാങ്ങുന്ന പ്രൈസിനാണ് ഈ ഒരു ഫോർച്യൂണറും ക്രിസ്റ്റയൊക്കെ അപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ല വണ്ടൂരിൽ നിന്നും പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ പുളിയക്കോടാണ് നമ്മൾ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർക്ക സൈനിങ് ഓഫ്.